ജമ്മു കാശ്മീരിലെ ഗുലാം നബി ആസാദ് തുടങ്ങി കന്യാകുമാരിയിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് ശശി തരൂരിനെ വരെ ഒഴിവാക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ശ്രീ കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാർ പോലും കർണാടകയിൽ വിശ്വസിക്കുന്നില്ല ഇനി വീണ്ടും തിരിച്ച് കർണാടകയിൽ അധികാരത്തിലെത്താനായിട്ട് കോൺഗ്രസിന് സാധിക്കുമെന്നുള്ളത്. നെക്സ്റ്റ് ടൈം ഈ 2024 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട്, ലോക്സഭാ ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട് നടന്ന മധ്യപ്രദേശ് രാജസ്ഥാൻ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു രാഷ്ട്രീയ നേട്ടം കോൺഗ്രസിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഭരണം പിടിക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിരുന്നുവെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമായിരുന്നു. പണ്ടൊക്കെ വിശാല കാഴ്ചപ്പാടോടുകൂടി മുമ്പോട്ട് പോയിരുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയുണ്ട്. ആ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കെ സി വേണുഗോപാലിന്റെ ചിന്തകളും പ്രവർത്തികളും ഈ രാജ്യത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ശവമഞ്ചമൊരുക്കി എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ഇവിടെ പാർട്ടിക്കകത്ത് നാളിതുവരെ പ്രവർത്തിച്ചിരുന്ന ആളുകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ അടുക്കലും അതോടൊപ്പം തന്നെ റോബർട്ട് വധേരയുടെ അടുക്കലും പ്രിയങ്ക ഗാന്ധിയുടെ അടുക്കലൊക്കെയുള്ള തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാമെന്ന് ധരിച്ചു നടക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് ഈ പറഞ്ഞ ഈ മധ്യപ്രദേശ്, രാജസ്ഥാൻ. അതോടെ കോൺഗ്രസിന് ഇപ്പോഴും സംഘടനാ സംവിധാനം അവശേഷിക്കുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. പക്ഷെ അവിടെയൊക്കെ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ച് ഒന്നും ഇദ്ദേഹം ചിന്തിക്കുന്നില്ല. നമസ്കാരം. 2026 മെയ് മാസത്തോടു കൂടി കേരളം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. കേരളത്തോടൊപ്പം 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകാൻ പോവുകയാണ്. ഈ സമയത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇപ്പോഴും കേരളത്തിലാണ്. അദ്ദേഹം ഇപ്പോഴും കേരളത്തിലെ മന്ത്രി കസേരയാണ്, മുഖ്യമന്ത്രി കസേരയാണ് തോന്നുന്നത് സ്വപ്നം കണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലാത്തത്? അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോകാറുണ്ട്. കാരണം കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അതായത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം പാർട്ടിക്ക് സംഘടനാപരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത്. ഇപ്പോൾ കെ സി വേണുഗോപാൽ സംഘടനാ കാര്യങ്ങളുടെ ചുമതല വഹിക്കാൻ തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയൊന്നും കോൺഗ്രസ് പാർട്ടി ഇല്ല. കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കുന്നു. ജമ്മു കാശ്മീരിലെ ഗുലാം നബി ആസാദ് തുടങ്ങി കന്യാകുമാരിയിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് ശശി തരൂരിനെ വരെ ഒഴിവാക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ശ്രീ കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത്. കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിട്ട് അടുത്ത ഒരേ ഒരു ആശ്രയം എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയാണ്. അധികാരമില്ലാതെ ഇവർക്കൊന്നും ഇരിക്കാൻ സാധിക്കത്തില്ലല്ലോ. ഇനിയിപ്പോൾ തെലങ്കാനയിൽ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കർണാടകത്തിലെ അവസ്ഥ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു കോൺഗ്രസിന് അവിടെ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാർ പോലും കർണാടകയിൽ വിശ്വസിക്കുന്നില്ല ഇനി വീണ്ടും തിരിച്ച് കർണാടകയിൽ അധികാരത്തിലെത്താനായിട്ട് കോൺഗ്രസിന് സാധിക്കുമെന്നുള്ളത്. നെക്സ്റ്റ് ടൈം അത് കൂടാതെ മറ്റു പല സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസിന്റെ അവസ്ഥ എങ്ങനെയാണ്? മഹാരാഷ്ട്രയിൽ ഇപ്പോൾ രണ്ട് NCPകളുടെയും ലയനം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. NCP NDAയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് പോകുന്നു. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് യാതൊരുവിധ ജോലിയും പണിയൊന്നും ഇല്ലിപ്പോൾ. ദേശീയ തലത്തിൽ ഒരു ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിലുള്ള യാതൊരുവിധ തൊഴിലും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനുണ്ട്. രാജസ്ഥാൻ എടുത്ത് പരിശോധിച്ചോളൂ, മധ്യപ്രദേശ് എടുത്ത് പരിശോധിച്ചോളൂ, ഇവിടങ്ങളിലൊക്കെ പാർട്ടിയുടെ അവസ്ഥ വളരെ മോശപ്പെട്ട രീതിയിലാണ്. രാജസ്ഥാനിൽ നിന്ന് സച്ചിൻ പൈലറ്റ് ഇപ്പോൾ എവിടെയുള്ളത്? കേരളത്തിലുള്ളത്. സച്ചിൻ പൈലറ്റ് ഇപ്പോൾ ഫുൾ ടൈം കേരളത്തിലാണുള്ളത്. കാരണം അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള പ്രശ്നം കാരണമാണ് അവിടെ ഇപ്പോൾ രാജസ്ഥാനിലെ ഭരണം കോൺഗ്രസിന് നഷ്ടപ്പെട്ടത്. കോൺഗ്രസിന് രാജസ്ഥാനിലും മധ്യപ്രദേശിലും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താതിരുന്നത് കോൺഗ്രസ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. കാരണം ഈ 2024 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട്, ലോക്സഭാ ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട് നടന്ന മധ്യപ്രദേശ് രാജസ്ഥാൻ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു രാഷ്ട്രീയ നേട്ടം കോൺഗ്രസിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഭരണം പിടിക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിരുന്നുവെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമായിരുന്നു. ജനതാദൾ യുണൈറ്റഡ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തിയേനെ. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത് റിഫ്ലക്ട് ചെയ്തേനെ. പക്ഷേ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുകയും, രാജസ്ഥാനിലെ കോൺഗ്രസ് ഭരണത്തിലിരുന്നതാണ്. ആ കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന സമയത്ത് അശോക് ഗെഹ്ലോട്ടും ഈ സച്ചിൻ പൈലറ്റും തമ്മിലുള്ള നിരന്തരമായ പ്രശ്നങ്ങൾ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സച്ചിൻ പൈലറ്റ് രാജസ്ഥാൻ PCCയുടെ പ്രസിഡന്റായിട്ട് വന്നതിന് ശേഷമാണ് ഈ അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ, കോൺഗ്രസ് മന്ത്രിസഭയുടെ അധികാരത്തിൽ വരാൻ തന്നെ കാരണമായിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷവും സച്ചിൻ പൈലറ്റിന് വേണ്ട രീതിയിലുള്ള ഒരു അംഗീകാരം ആ സംസ്ഥാനത്ത് കൊടുക്കാതെ വന്നതോടുകൂടിയിട്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ
തെരഞ്ഞെടുപ്പിൽ ഒരു വൻ പരാജയത്തിലേക്ക് കോൺഗ്രസ് പോയത് എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം ഈ വർക്കിംഗ് പ്രസിഡന്റാണോ എന്ന് അറിഞ്ഞുകൂടെ, മറ്റേ സച്ചിൻ പൈലറ്റിന് അവിടെ വളരെ വലിയൊരു ചുമതല കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പാർട്ടി അധികാരത്തിൽ വന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് ഈ പറഞ്ഞ ഈ മധ്യപ്രദേശ്, രാജസ്ഥാൻ. നമ്മുടെ കോൺഗ്രസിന് ഇപ്പോഴും സംഘടനാ സംവിധാനം അവശേഷിക്കുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. പക്ഷെ അവിടെയൊക്കെ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ച് ഒന്നും ഇദ്ദേഹം ചിന്തിക്കുന്നില്ല. ഇന്ന് രാവിലത്തെ ചർച്ചയ്ക്ക് നമ്മൾ പറഞ്ഞതാണ് ആസാമിലെ അവസ്ഥയൊക്കെ. ആസാമിലെ കോൺഗ്രസ് നേതാവായിരുന്ന ഹേമന്ത വിശ്വ ശർമ്മയെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് അപ്പോയിൻമെന്റ് കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ, കാരണം അതേമാതിരി ഇൻസൾട്ട് ചെയ്യപ്പെട്ടപ്പോൾ, ഹരാസ് ചെയ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം പാർട്ടി വിട്ട് BJPയുടെ പാളയത്തിലേക്ക് പോയത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഓരോ സംസ്ഥാനത്തും ഓരോ പ്രശ്നങ്ങൾ. ജമ്മു കാശ്മീരിലെ ഗുലാം നബി ആസാദ് നിസ്സാരക്കാരനായിരുന്നു. രാജീവ് ഗാന്ധിയുടെ കാലഘട്ടം മുതൽ, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം മുതലൊക്കെ തന്നെ കോൺഗ്രസിന്റെ സജീവ രാഷ്ട്രീയത്തിൽ നിലനിന്നിരുന്ന ആളല്ലേ അദ്ദേഹം. കാരണം കോൺഗ്രസിനകത്ത് ഒരു ചാണക്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുമായിരുന്നു ഗുലാം നബി ആസാദിനെ. ആ ഗുലാം നബി ആസാദിനെയൊക്കെ ഒരു കറിവേപ്പില പോലെ അങ്ങ് എടുത്ത് വെളിയിലേക്ക് വെച്ചപ്പോൾ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും ഒക്കെ വിചാരിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തങ്ങൾ മാത്രമാവുമല്ലോ കോൺഗ്രസ്, കോൺഗ്രസിന്റെ മുഴുവൻ അധികാരങ്ങളും തങ്ങളിലേക്ക് മാത്രമാകുമല്ലോ എന്ന് ചിന്തിച്ചതാണ് ഈ പ്രശ്നം. പണ്ടൊക്കെ വിശാല കാഴ്ചപ്പാടോടുകൂടി മുമ്പോട്ട് പോയിരുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയുണ്ട്. ആ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് KC വേണുഗോപാലിന്റെ ചിന്തകളും പ്രവർത്തികളും ഈ രാജ്യത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ശവമഞ്ചമൊരുക്കി എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. അതേ രീതിയിൽ അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും. ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള ബീഹാർ ഇലക്ഷന്റെ സമയത്ത് അതിശക്തമായ മത്സരം അവിടെ നടക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോറി യാത്ര നടക്കുകയാണ്. ആ സമയത്ത് അവിടെ പോയിട്ട് സീറ്റ് തർക്കം, അതായത് RJDയുമായിട്ടുള്ള സീറ്റ് തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നോമിനേഷൻ കൊടുക്കേണ്ട അവസാന ദിവസം പോലും ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ RJD പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ളൊരു മാനസിക അകൽച്ച അത് അവിടുത്തെ വോട്ടിങ്ങിനെ തന്നെ ബാധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് RJDയും വളരെ ഏറെ പിന്നിപ്പോയി. RJDക്ക് പിന്നെ അവിടെ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായി മാറി? കോൺഗ്രസിന്റെ അവസ്ഥ ഏറെ പരിതാപകരമായിട്ട് മാറിയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതേ രീതിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെയൊക്കെ ഇതേ രീതിയിൽ എത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് അദ്ദേഹത്തിന്റെ ട്രോളുകൾ. ഒന്ന്, അദ്ദേഹം അടുക്കളയിൽ പോയിരുന്ന കപ്പയും മീനും കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അടുക്കൽ പോയിട്ട് അവിടെ ഇരുന്ന് അവരുമായിട്ട് കുശലം പറയുന്നു. അതിനുശേഷം ഇവരുടെ സ്വിഗ്ഗി ബോയുടെ ബൈക്കിന് പുറകിൽ കയറുന്നു. ഇതൊക്കെയാണോ കേരളത്തിൽ വന്നിട്ട് ഒരു AICC ജനറൽ സെക്രട്ടറി കാണിക്കേണ്ടത്? അദ്ദേഹം നാളിതുവരെ എവിടെയായിരുന്നു? ഈ സ്വിഗ്ഗി തൊഴിലാളികൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവരുടെ എല്ലാം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ട സമയത്ത് അഡ്രസ്സ് ചെയ്യാതെ ഇപ്പോൾ വന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് വന്നിട്ട് ഇങ്ങനെയുള്ള നാടകങ്ങൾ കാട്ടിക്കൂട്ടുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ ഈ പറയുന്ന ശക്തരായിട്ടുള്ള നേതാക്കന്മാരൊന്നുമില്ല. ഇദ്ദേഹം ഇപ്പോൾ ഈ KPCC ജനറൽ സെക്രട്ടറിമാരെ നിയമിച്ച ആ ഒരു പട്ടികയുണ്ട്. ആ പട്ടിക എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള, അതായത് KC വേണുഗോപാലിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെയൊക്കെ ഒരു മനുഷ്യൻ പോലും അറിയത്തില്ല. ഇതിനു മുമ്പ് ഒരു ജില്ലാ ജനറൽ സെക്രട്ടറി പോലും ആകാത്ത പല ആളുകളെയും പെട്ടെന്ന് തന്നെ KPCC ജനറൽ സെക്രട്ടറി ആക്കുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കി. ഒരു KPCCയുടെ യോഗം കൂടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയൊരു കല്യാണ മണ്ഡപം തന്നെ ബുക്ക് ചെയ്യേണ്ട അവസ്ഥയില്ലേ? അതേ രീതിയിലേക്ക് പാർട്ടി എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ദേശീയ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന KC വേണുഗോപാൽ തന്നെയല്ലേ? ആ KC വേണുഗോപാൽ തന്നെ വീണ്ടും കേരളത്തിൽ വന്നതിന് ശേഷം ഇവിടെ പാർട്ടിക്കകത്ത് നാളിതുവരെ പ്രവർത്തിച്ചിരുന്ന ആളുകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ അടുക്കലും അതോടൊപ്പം തന്നെ റോബർട്ട് വധേരയുടെ അടുക്കലും പ്രിയങ്ക ഗാന്ധിയുടെ അടുക്കലൊക്കെയുള്ള തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാമെന്ന് ധരിച്ചു നടക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതിനൊരു സംശയവും വേണ്ട. ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന്? UDF അധികാരത്തിൽ വരുമെന്ന് തന്നെ ആരും പ്രതീക്ഷിക്കുന്നില്ല. ആ സമയത്താണ് ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഈ KC വേണുഗോപാൽ കേരളത്തിൽ കൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ള സുനിൽ കനകോലുവിന് പോലും പ്രതീക്ഷയില്ല കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം. അതിനു വേണ്ടിയിട്ടാണ് അവർ ഓരോ ദിവസവും ഓരോരോ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനെയും RJDയും ഒക്കെ വെറുതെ ട്രബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യവുമില്ലാത്ത വാർത്തകൾ ഇങ്ങനെ ഓരോ ദിവസവും ഇവിടെ പിറവിയെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള സുനിൽ കനകലുവാണ്. അത്രയ്ക്കും പ്രതീക്ഷ നശിച്ചിട്ട് തന്നെയാണ് UDF ഇവിടെ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ആളുകളെയൊക്കെ വേറൊരു രീതിയിൽ ഇവിടെ ഭയങ്കര പ്രശ്നമാണ് എന്നുള്ള രീതിയിലൊക്കെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ സംസ്ഥാനം വ്യവസായ സൗഹൃദമല്ല എന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നുണ്ടെങ്കിൽ അത് ഈ സംസ്ഥാനത്തോട് തന്നെ കാണിക്കുന്ന ഒരു നന്ദികേടല്ലേ അത്?
നമ്മുടെ ഈ സംസ്ഥാനത്തോട് തന്നെ കാണിക്കുന്ന ഒരു നന്ദികേടല്ലേ? അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ടൂറിസം മേഖലയിൽ നമ്മൾ ഏറെ പിന്നിൽ പോയി എന്ന് പറയുന്ന സമയത്ത് അത് നമ്മുടെ സംസ്ഥാനത്തോട് കാണിക്കുന്ന ഒരു വെല്ലുവിളിയല്ലേ ഇത്? ഒന്ന് ആലോചിച്ച് നോക്കി, ഇനി വരാൻ പോകുന്നത് സീസണാണ്, ടൂറിസ്റ്റ് സീസണാണ് വരാൻ വേണ്ടി പോകുന്നത്. ഈ സമയത്തൊക്കെ എത്രയോ വിനോദസഞ്ചാരികൾ കേരളത്തിലേക്ക് വരേണ്ടതാണ്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഇതിനെ വേറൊരു തരത്തിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു സംസ്ഥാനമല്ല, മറ്റ് രാജ്യങ്ങൾ തന്നെ, ഇപ്പം ശ്രീലങ്ക കേരളത്തിന് പകരമായിട്ട് എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അങ്ങനെ ശ്രീലങ്കയിലുള്ള ആളുകളൊക്കെ, അവിടെയുള്ള ടൂറിസം പ്രൊമോട്ടേഴ്സൊക്കെ ഈ കേരളത്തിലെ അവസ്ഥ മോശമാണ് എന്ന് കാണിച്ചുകൊണ്ട് വേൾഡ് വൈഡ് അല്ലെങ്കിൽ ഗ്ലോബലി ഇവർ നടത്തുന്ന പ്രസ്താവനകളെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പലപ്പോഴും നടത്തേണ്ട പ്രസ്താവനകൾ കുറച്ചുകൂടി പക്വമായിരിക്കണ്ടേ? അപക്വമായ രീതിയിലുള്ള പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് നടത്തുന്ന സമയത്ത് അത് ഈ സംസ്ഥാനത്തിന്റെ ജനങ്ങൾക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ ആ നേതാക്കന്മാരെ ജനങ്ങൾ എങ്ങനെയായിരിക്കും വിലയിരുത്തുക? അപ്പൊ അതുകൊണ്ട് KC വേണുഗോപാൽ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കേരളത്തിൽ മാത്രമല്ല ഇലക്ഷൻ നടക്കുന്നത്, മറ്റ് 4 സംസ്ഥാനങ്ങളിൽ കൂടി ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഈ 4 സംസ്ഥാനങ്ങളിൽ കൂടി അങ്ങ് പോകേണ്ടതുണ്ട്, തമിഴ്നാട്ടിൽ പോകേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ ഇദ്ദേഹം പോയത് ഞാൻ കണ്ടിരുന്നു. കാരണം ഒരു റീൽസാണ് കണ്ടിരുന്നത്. ആ റീൽസ് എന്താ വെച്ചാൽ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന അത് റീൽസ് ആയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഒരു വണ്ടിയിൽ വന്ന്, ഒരു ഫോർച്യൂണർ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നു. വണ്ടിയിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് കുറെ കോൺഗ്രസ് പ്രവർത്തകർ വന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഇതല്ലെന്ന് രാഷ്ട്രീയം. ഇതിനൊക്കെ അപ്പുറത്തേക്ക് എത്ര ദിവസങ്ങൾക്ക് മുമ്പേ ആരംഭിക്കേണ്ടിരുന്ന പ്രോസസ്സുകളുണ്ട് തമിഴ്നാട്ടിൽ. ഒരു പ്രാവശ്യമെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഒരു റാലിയെങ്കിലും കഴിഞ്ഞ് 1 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ 1.5 വർഷത്തിനിടയിൽ ഈ തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് 1 വർഷം മുമ്പെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഒരു റോഡ് ഷോ അല്ലെങ്കിൽ ഒരു റാലി അവിടെ നടക്കേണ്ടിയിരുന്നല്ലേ? അത് നടന്നിട്ടില്ലല്ലോ. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും കണ്ടാണ് നടന്നിരിക്കുന്നത്. അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയുടെ തമിഴ്നാട്ടിൽ ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കാനോ അതല്ലെങ്കിൽ അവിടെ റാലി നടത്താനോ പോലും ശേഷിയില്ലാത്ത ഒരു AICC ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ദേശീയ കോൺഗ്രസിന് നാണക്കേടാണ്, അല്ലെങ്കിൽ ദേശീയ കോൺഗ്രസിന് ഒരു അപമാനമാണ്. ആ ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരണോ വേണ്ടയോ എന്ന് കേരളത്തിലെ വോട്ടർമാർ തീരുമാനിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.